അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ എന്ത് കാര്യം വന്നാലും ഉടനെ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയും കൊണ്ടിറങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആരാണ് ഊരാളുങ്കൽ സൊസൈറ്റി, ഫണ്ട് എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത്, ഒരു ഓഡിറ്റും ഇല്ല. അല്ല, ഈ ഗവൺമെൻറ്റിൽ PWD അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും ഒരു കൊല്ലം ഏതാണ്ട് വേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് ഇതിനെ ഒരു പ്രപ്പോസൽ വെക്കാൻ വേണ്ടി. എന്നിട്ടും കൃത്യമായ പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല. ഇവർ ഈ പണം കട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം മാത്രമായിട്ടാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നതും. അങ്ങനെ ഈ പദ്ധതി ആകെ ഇങ്ങനെ നിലച്ച മട്ടാണ്. നമസ്കാരം. വയനാട് ദുരന്തം നടന്നിട്ട് ഉരുൾപൊട്ടലുണ്ടായിട്ട് 8 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കിംവദന്തിയൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ജനങ്ങളൊക്കെ ഇന്നലെ തഹസീൽദാരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സംഭവവും ഉണ്ടായി. ഇപ്പോൾ HRDS ഇന്ത്യ 2024, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടോ അത്രയും പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു പ്രപ്പോസൽ, അതിൻ്റെ രൂപരേഖയടക്കം സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു മറുപടിയും നൽകി. അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. നമ്മളന്ന് 3-ാം തീയതിയാണ് പ്രപ്പോസൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അതായത് ഒരു ഉരുൾപൊട്ടൽ 29-ാം തീയതി ഉണ്ടായി. അതെ, 3-ാം തീയതി നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് മറുപടിയും തന്നു. നല്ല പ്രപ്പോസലാണ്, നമ്മളത് വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ആണ് മറുപടി തന്നത്. പക്ഷെ അതിന് ശേഷം പിന്നീട് വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഇപ്പം അവസാന ഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നത് 750 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റി കൈമാറുന്നു. ഇപ്പം നമ്മൾ വെച്ച പ്രപ്പോസൽ 1 രൂപ പോലും ഗവൺമെൻറ്റിന് യാതൊരു ബാധ്യതയും വരാത്ത രൂപത്തിൽ നമ്മൾ മറ്റ് തലത്തിലുള്ള ഫണ്ടുകൾ കണ്ടെത്തി അത് ഉപയോഗിച്ച് ഈ പ്രോജക്റ്റ് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ് കൊടുത്തത്. അതിനകത്ത് നമ്മൾ അവിടുത്തെ അവരുടെ വളരെ മനോഹരമായ 500 വീടുകൾ കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. 500 വീടുകളും അതിനോടനുബന്ധിച്ച് അവർക്ക് വീടിന് മുകളിൽ ടൂറിസം സാധ്യതയ്ക്കുള്ള ഒരു സംവിധാനം കൂടെ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ വളരെ നന്നായിട്ട് വളരെ കൃത്യമായൊരു വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു അത്. പക്ഷെ അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ ഇവർ ഈ പണം കട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം മാത്രമായിട്ടാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നതും. അങ്ങനെ ഈ പദ്ധതി ആകെ ഇങ്ങനെ നിലച്ച മട്ടാണ്. ഇതൊരു ചില ഉദ്ഘാടന പരിപാടിയൊക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു എന്നുള്ളതല്ലാതെ ഒരു കാര്യം മുമ്പോട്ട് പോയിട്ടില്ല. HRDS അന്ന് എത്ര ദിവസത്തെ കാലാവധിയാണ് പറഞ്ഞത്? ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുടെ പട്ടിക നൽകി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ വീട് നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്? 6 മാസമാണ് നമ്മൾ. 6 മാസം. കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സിസ്റ്റമായിരുന്നു ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കാരണം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന വീടുകൾ പ്രീഫാബ് മോഡലാണ്. പക്ഷേ വയനാടിൻ്റെ സാഹചര്യത്തിൽ അത് നമ്മൾ ഇനി അങ്ങനെ ഒരു പുതിയ ടെക്നോളജിയെ കൊണ്ടുവന്നാൽ ഇവർ സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യ രീതി തന്നെയാണ് അവിടെ അവലംബിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നമുക്ക് നമ്മുടെ കോൺട്രാക്ടേഴ്സ് എല്ലാം റെഡി ആയിട്ടുള്ളതുകൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് നമുക്ക് ഒരു 100 വീട് വീതം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീർക്കാവുന്ന കാര്യമുള്ളൂ. 500 വീട് തീർക്കാനായിട്ട് 6 മാസം ധാരാളം സമയം മതി. അല്ല, അത് ഈ ഉരുൾപൊട്ടലുണ്ടായി ഒരു 4-5 ദിവസങ്ങൾക്കുള്ളിൽ HRDS വളരെ വ്യക്തമായ രൂപരേഖയാണ് ഈ വീടിന്റെ പ്ലാനുകൾ അടക്കം സമർപ്പിച്ചത്. അപ്പോൾ HRDSന്റെ ആ ഒരു സാങ്കേതിക വിഭാഗം അവർ വളരെ ആക്റ്റീവാണ്, അല്ലെങ്കിൽ അവരെത്ര സമർത്ഥരാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. അല്ല, ഈ ഗവൺമെൻറ്റിൽ PWD അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും ഒരു കൊല്ലം ഏതാണ്ട് വേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് ഇതിനെ ഒരു പ്രപ്പോസൽ വെക്കാൻ വേണ്ടി. എന്നിട്ടും കൃത്യമായ പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല. ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. യാതൊരു നീക്കവും അത്തരം കാര്യത്തിൽ നടന്നിട്ടില്ല. ഈ പണം ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തേക്കുന്നത്. എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരു ഓർഗനൈസേഷനിലേക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുന്നത്? ഇതൊക്കെ അങ്ങേറ്റ അഴിമതി നടത്താനുള്ള ചില പഴുതുകൾ കണ്ടെത്തുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? അത് നമ്മുടെ ഈ ഇപ്പം ഇൻഡോ പാക് യുദ്ധം ഉണ്ടായല്ലോ. അപ്പോൾ ആ സമയത്ത് യുദ്ധത്തിൽ കുറച്ച് വീടുകൾ നമ്മുടെ ബോർഡർ സൈഡിൽ കാശ്മീരും പിന്നെ ഗുജറാത്തിൻ്റെ ചില പോർഷനുകൾ, രാജസ്ഥാനിലെ ചില പോർഷനുകളിലൊക്കെ ഒരു 10-45ഓളം വീടുകൾ പോയിട്ടുണ്ട്. പിന്നെ നേരത്തെയും കുറേ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ പോയ വീടുകൾ നിർമ്മിച്ച് നൽകാം എന്നുള്ളൊരു പ്രപ്പോസലാണ് നമ്മൾ ഗവൺമെൻറ് കൊടുത്തത്. പക്ഷേ ഇപ്പം ആർമി അത് ആവശ്യപ്പെടുന്നത് അവിടെ പണ്ട് പോയ കുറേ വീടുകളുണ്ട്, 700ഓളം വീടുകളുണ്ട്, അതുകൂടെ ഒന്ന് നിർമ്മിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളോട്. അത് നമ്മൾ ഈ സെയിം പ്ലാനാണ് കൊടുത്തത്. അപ്പം നമ്മളിവിടെ ഈ കേരളത്തിൽ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞ പ്ലാൻ തന്നെയാണ് ഞങ്ങൾ അവിടെ സമർപ്പിച്ചത്. അപ്പോൾ അതിനോട് അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം എടുത്തത് വളരെ പെട്ടെന്ന് ആ പ്രോജക്റ്റിലേക്ക് പോകാൻ കഴിയും. വീട് നഷ്ടപ്പെട്ടവർക്ക് അവിടെ വീട് കിട്ടും.
അപ്പോൾ എന്തായാലും വളരെ ഒരു സീരിയസ് ആയിട്ട് ആ വിഷയത്തെ സെൻട്രൽ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. അല്ല, പ്രത്യേകിച്ചും പൊതു ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാകാതെ ഇത്തരത്തിലൊരു ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടതെന്നുള്ളത്. ഇപ്പം രാജ്യത്താകമാനം, രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും ഒരുപാട് NGO-കൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം NGO-കളൊക്കെ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. കാരണം ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കാതെ പോകുന്ന ചില സ്പേസുകളുണ്ട്. ആ സ്പേസുകളാണ് നമ്മളെപ്പോലുള്ള ഓർഗനൈസേഷനുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അത് സാധ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില നിർദ്ദേശങ്ങളെ ഇവർ കാണേണ്ടതായിട്ടുണ്ടല്ലോ. അതെ, അത് സെൻട്രൽ ഗവൺമെൻറ് അത്തരം വിഷയത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം എടുക്കുന്നുണ്ട്. ഇവർ മാത്രമാണ് ഇവിടെ ഇത്തരം എന്ത് കാര്യം വന്നാലും ഞങ്ങൾക്ക് നിർമ്മാണമാണോ അതിനകത്ത് ഒരാളെങ്കിലും സൊസൈറ്റി മതി. അതുകൊണ്ട് ബാക്കി കോൺട്രാക്ടേഴ്സിന്റെ കഥ തന്നെ എന്തൊരു പരിതാപകരമാണ്. അവർക്ക് കോടാനുകോടി രൂപ കൊടുക്കാൻ കിടക്കുന്നു. വർഷങ്ങളായിട്ടുള്ള ഇവരുടെ കുടിശ്ശിക കിടക്കുന്നു. അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ എന്ത് കാര്യം വന്നാലും ഉടനെ ഒരാളെങ്കിൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയും കൊണ്ടിറങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആരാണ് ഒരാളെങ്കിൽ സൊസൈറ്റി, ഫണ്ട് എങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത്, ഒരു ഓഡിറ്റും ഇല്ല. ഇപ്പം കെൽട്രോണിനെ ക്യാമറ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചവരെയാണ്. ഇപ്പം ഗവൺമെന്റ് 72 കോടിക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കമ്പനികൾ നിർദ്ദേശം വെച്ചപ്പം 262 കോടിക്ക് കെൽട്രോൺ ചെയ്യാണ്. അപ്പൊ ഇതുപോലത്തെ വലിയ ക്യാമറകൾ പലതും നിശ്ചലമാണ്, ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലോ. അതെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒഡീഷയിൽ നമ്മുടെ പദ്ധതി HRDS അവിടെ 1000 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 10,000 വീടാണ് പണിയുന്നത്. അതിൽ 1000 വീട് പൂർത്തിയായി കഴിഞ്ഞു. അത് ഒഡീഷയിൽ ഡങ്കനാൽ എന്ന് പറഞ്ഞ ജില്ലയുണ്ട്. അത് ഈ ഖനി മേഖലയാണ്. അപ്പോൾ ഈ ഖനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ടുണ്ട്, ഈ DM ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, ഡിസ്ട്രിക്ട് മിനറൽ ഫണ്ട്. അത്തരം ഫണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അത്തരം പദ്ധതികൾ. അപ്പോൾ എന്തായാലും ഈ വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു, ഏകദേശം 7-8 മാസങ്ങളായി. വളരെ വ്യക്തമായൊരു പ്രപ്പോസലുകളാണ് അത്. DNA ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു അനുമതി, അതായത് ഈ ഒരു ഗുണഭോക്താക്കളുടെ ഒരു പട്ടിക കണ്ടെത്തി കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ, കടമ മാത്രമേ, ചുമതല മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സർക്കാർ അതിന് യാതൊരു നടപടികളും എടുത്തില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമാണ് ദുരിതബാധിതർക്ക് വാടക വീടുകൾ എടുത്തു നൽകുകയും അതിൻ്റെ വാടക പോലും കുടിശ്ശികയാക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ വീണ്ടും ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. ജനങ്ങൾ, അവിടുത്തെ ദുരിതബാധിതർ തഹസീൽദാരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ എന്തായാലും ഇനിയും അത്തരം ഒരു അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഏതൊരു ഭരണകൂടമായിരുന്നാലും, ഇപ്പോൾ ഇടത് സർക്കാരായിരുന്നാലും വലതു സർക്കാരായിരുന്നാലും, ഈ ജനങ്ങൾക്ക്, അതായത് ഈ ഒരു ദുരിതബാധിതർക്ക് മാത്രമേ, ഞങ്ങളൊക്കെ അവിടെ ചെന്ന് കണ്ട് അവിടുത്തെ അവരുടെ ഒരു ഭീകരത ബോധ്യപ്പെട്ടതാണ്. അവിടെ ആ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാതെ എങ്ങനെയും നമുക്ക് പണം കിട്ടണം എന്നുള്ളതിൽ ഒരു ചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ ഇത് തന്നെയായിരിക്കും ഫലം. ഇത് കേരള സമൂഹം ഒന്നുകൂടി അറിയണം. കാരണം കൃത്യമായിട്ടുള്ള ഒരു പ്രപ്പോസലാണ് വെച്ചത്. 1 രൂപ പൊതു ഖജനാവിൽ നിന്ന് ചിലവാക്കാതെ ദുരിതബാധിതർക്ക് എല്ലാവർക്കും വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനമല്ല, കൃത്യമായിട്ടുള്ള പദ്ധതി രൂപരേഖയാണ് HRDS സമർപ്പിച്ചത്. അത് അംഗീകരിക്കാത്തതിൻ്റെ പരിണിത ഫലം ഇന്നും അവിടുത്തെ ദുരിതാശ്വാസ ബാധിതർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.